ലൈഫിൽ 3 കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. അതിലൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളറിയാതെ ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും നോക്കുക. നല്ല നോളജ് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, നമുക്ക് ബാക്കിയുള്ളവരെ പറ്റുന്നത്ര സഹായിക്കാൻ നോക്കുക, ബാക്കിയുള്ളവർ കമ്പനി ബിൽഡ് ചെയ്യാൻ ബാക്കിയുള്ളവർ കൂടെ ചേർത്ത് ബിൽഡ് ചെയ്യാൻ നോക്കുക. ഇത് നമ്മളറിയാതെ അവരെ ബിൽഡ് ചെയ്ത് നമുക്ക് അതിന് റിട്ടേൺ കിട്ടും. രണ്ടാമത് നമുക്ക് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, ലൈക്ക് നമ്മൾ ട്രാവലിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യുക, കുറച്ച് എവിടേക്കെങ്കിലും മാറി കിടക്കും മെൻറ്റൽ ഹെൽത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക, കുറച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി എടുക്കുക. ആൻഡ് മൂന്നാമത് എലിമിനേറ്റിംഗ് ഡ്രാമ ഫ്രം യുവർ ലൈഫ്. അതായത് ആവശ്യമില്ലാത്ത ഡ്രാമകൾ ലൈഫിൽ നിന്ന് ഒഴിവാക്കണം. ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ മേ ബി ഫാമിലിയിൽ എപ്പോഴും ഡ്രാമ ഉണ്ടാവും, വീട്ടുകാരായിട്ടും ഉപ്പനേറ്റും ഉമ്മനേറ്റും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ അതല്ലാതെ നമ്മൾ എടുക്കുന്ന കുറച്ച് വള്ളികളുണ്ട്, റിലേഷൻഷിപ്പൊന്നും ഫ്രണ്ട്സൊന്നും സർക്കിൾസ് ഇത് വേണ്ടാത്ത വള്ളിയൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യും. അപ്പോൾ ഒരു ടൈം വരെ ഇതിന് പ്രസക്തിയുള്ള ലൈഫിൽ, ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ റിയലിസ്റ്റിക് സിനിമ പോലെ ജീവിതം പോവാം. അവിടെ ഈ ഡ്രാമക്ക് പ്രസക്തിയില്ല. ആ സമയത്ത് ലൈഫിൽ നിന്ന് ഡ്രാമ എലിമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഒരു ടൈം വരെ നമുക്ക് വേണമെങ്കിൽ ലൈഫിനെ ഒരു വിജയ് സിനിമ പോലെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവിടെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇൻസിഡൻസ് ഉണ്ടാവും, ഫൈറ്റ് ഉണ്ടാവും, അതുണ്ടാവും, തല്ലുമുടി ഉണ്ടാവും, നമ്മളെ സിനിമക്ക് പോലുണ്ടാവും, റിലേഷൻഷിപ്പിൻ്റെ പാറ്റേൺ അതൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ റിയലിസ്റ്റിക് സിനിമയാണ്. പിന്നെ അവിടെ ഭയങ്കര ഡ്രാമ ഇല്ല, പിന്നെ ഭയങ്കര റിയാലിറ്റി, റെസ്പോൺസിബിലിറ്റി, ഫണ്ട് ഉണ്ടാക്കുക, ബിസിനസ് ബിൽഡ് ചെയ്യുക, കരിയർ ബിൽഡ് ചെയ്യുക, വീട്ടുകാരെ നോക്കുക, ഇങ്ങനെ ഒരു ഭയങ്കര റിയലിസ്റ്റിക് പാറ്റേണിൽ പോവാം. സോ ഈ ഒരു പേർപ്പസ് ആദ്യം മുൻകൂട്ടി കണ്ടിട്ട് എന്ത് ചെയ്യണം, ലൈഫിൽ ഒരു ഇനീഷ്യൽ ഏജിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ